ഹലോ സുഹൃത്തുക്കളെ, ഓസ്ട്രേലിയയിൽ നിന്നുള്ള പുതിയ വിശേഷങ്ങളുമായി പാലക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാനിപ്പോഴുള്ളത് സൗത്ത് ഓസ്ട്രേലിയയിലെ സെമോഫർ ബീച്ചിൻ്റെ സമീപത്താണ്. സെമോഫർ ബീച്ചിലേക്കുള്ള റോഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സെമോഫർ ബീച്ചിൻ്റെ മനോഹരമായ കാഴ്ചകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. അതിസുന്ദരമാണ് ഈ പ്രദേശങ്ങളെല്ലാം. എവിടേക്ക് തിരിഞ്ഞു നോക്കിയാലും ധാരാളം മനോഹരമായ വൃക്ഷങ്ങളും വിശാലമായ പുൽത്തകിടികളും സുന്ദരമായ ചൂളമരങ്ങളും എല്ലാം അതിമനോഹരമായി ക്രമത്തിൽ പരിപാലിക്കപ്പെട്ടു പോകുന്നു, സുന്ദരമായിരിക്കുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയാവുന്നൊരു കാര്യം, നല്ല വൃത്തിയും വെടിപ്പും ഭംഗിയും സൗന്ദര്യവും വഴിഞ്ഞൊഴുകുന്ന അതിമനോഹരമായ ഒരു കടൽത്തീരമാണ്. വിശാലമായ കടലോര പാതയും അതിവിശാലമായ പാർക്കിംഗ് ഏരിയകളും നടപ്പാതകളും വിശ്രമ കേന്ദ്രങ്ങളും സുന്ദരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന പച്ചപ്പ് നിറഞ്ഞ പുൽത്തകിടികളും സുന്ദരവൃക്ഷങ്ങളും വിവിധ തരത്തിലുള്ള വിനോദോപാധികളും, അതോടൊപ്പം തന്നെ ഈ വിനോദോപാധികൾ പ്രത്യേകമായി കൊച്ചുകുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന വിനോദോപാധികൾ, പാർക്കുകൾക്ക് സമാനമായ സജ്ജീകരണങ്ങൾ ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങളും എല്ലാം ചേർന്ന് ഈ കടൽത്തീരം ഏറെ മനോഹരമാണ്. സഞ്ചാരികളെ ആകർഷിക്കുന്നതിനും ഇവിടെ സന്ദർശനത്തിന് വേണ്ടി എത്തിച്ചേരുന്ന സഞ്ചാരികൾക്ക് ഏറെ വിശ്രമിക്കുന്നതിനും മാനസിക ഉല്ലാസം പ്രദാനം ചെയ്യുന്നതിനും ഉതകുന്ന ധാരാളം ഉപാധികളും മാർഗങ്ങളും ഇവിടെ പല സ്ഥലങ്ങളിലായി കാണാൻ കഴിയുന്നുണ്ട്. കൊച്ചുകുട്ടികളും മുതിർന്നവരും പ്രായമായവരും ചെറുപ്പക്കാരുമെല്ലാം ഉല്ലസിക്കുന്നതിനും സമയം ചെലവഴിക്കുന്നതിനും ഒക്കെ വേണ്ടി കടന്നു വരുന്ന അതിമനോഹരമായ ഒരു കടൽത്തീരമാണിത്. ഇത് ആളുകൾക്ക് നടക്കുന്നതിനും സൈക്കിൾ യാത്ര ചെയ്യുന്നതിനും വേണ്ടി മാത്രമുള്ള പാതയാണ്. ഇതൊക്കെ എത്രത്തോളം നന്നായും വൃത്തിയായും സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് പലപ്പോഴും നമ്മളെ അതിശയപ്പെടുത്തുന്ന കാര്യമാണ്. ആയിരക്കണക്കിന് ആളുകൾ വന്ന് കടന്നു പോകുന്ന ഒരു കടൽത്തീരമാണെന്നിരിക്കലും ഈ കടൽത്തീരത്തിൻ്റെ വൃത്തിയും ഭംഗിയും നമ്മളെ അത്ഭുതപ്പെടുത്താൻ ഇടയുണ്ട്. ഇതിപ്പോൾ ഈ കാണുന്ന ഒരു അതിർത്തി സ്ഥാപിച്ചിരിക്കുന്നതിനപ്പുറം ഒരു ചെറിയ മണൽത്തിട്ടയാണ്. ആ മണൽത്തിട്ടയുടെ അപ്പുറമാണ് കടൽ. സുരക്ഷാ ക്രമീകരണ ഭാഗമായിട്ടാണ് അതങ്ങനെ വെച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അപകട സാധ്യതയ്ക്ക് ഇട നൽകുന്ന സാഹചര്യങ്ങളിലൂടെ ഉള്ളതുകൊണ്ടാകാം ആളുകൾ അങ്ങോട്ട് കടന്നു കയറാതിരിക്കാൻ വേണ്ടി ആവാം അത്തരത്തിലൊരു ഫെൻസിങ് അവിടെ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതെന്താണെങ്കിലും ഇതിനപ്പുറത്തേക്ക് ഈ വഴിയെ കടന്നു ചെല്ലുമ്പോൾ നമ്മൾ കടലിലേക്ക് ഇറങ്ങുന്നതിനുള്ള സാധ്യതകൾ ഉള്ള പ്രദേശങ്ങളാണുള്ളത്. ഇവിടെയൊക്കെ ഈ ചാരുബെഞ്ചുകളും വിശ്രമിക്കുന്നതിനാവശ്യമായ ഇരിപ്പിടങ്ങളും അതും വിവിധ ആകൃതിയിലും വിവിധ തരത്തിലുമുള്ള ഇരിപ്പിടങ്ങളുമൊക്കെ ഇവിടെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഈ പ്രദേശം ഇത്രയധികം വൃത്തിയായി സൂക്ഷിക്കപ്പെടുന്നു എന്നുള്ളതിന് ഒരു സുപ്രധാന കാരണമായിട്ട് ഇപ്പോൾ കണ്ടെത്താൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള വേസ്റ്റ് ഡംപിങ് ബിന്നുകൾ ഇവിടെ അടുത്തടുത്ത് നിരവധി സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അത് മാലിന്യങ്ങൾ വേർതിരിച്ച് 2 ബിന്നുകളിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ സമയാസമയങ്ങളിൽ നഗര ഭരണ സംവിധാനങ്ങൾ പ്രത്യേകം ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ യഥാസമയം വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ചിട്ടയായ പ്രവർത്തനവും ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ നല്ല ഭംഗിയായിട്ട് പോകുന്നു. അതിൻ്റെ ശുചീകൃതമായ ഒരു സിറ്റുവേഷനും ഭംഗിയുള്ള ഒരു സാഹചര്യവും ഇവിടെ നമുക്ക് കണ്ടെത്താൻ കഴിയും എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് വളരെ മനോഹരമായി ഇത് ഡിസൈൻ ചെയ്യുകയും അത് പരിപാലിക്കുകയും ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ഗൗരവവും പ്രാധാന്യവും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇവിടുത്തെ ചുമതലപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർ അത് കൃത്യമായി പാലിച്ചു പോരുന്നു എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. ഇവിടെ ചില സ്ഥലങ്ങളിലൊക്കെ കാണാറുള്ള ഒരു പ്രത്യേകതയുള്ളൊരു സംഗതിയാണ് ഈ ബാർബിക്യൂ മെഷീൻ. ഇത് ഞാൻ മുൻപ് കണ്ടിട്ടുള്ളത് ഒരു നാഷണൽ പാർക്ക് സന്ദർശിച്ചപ്പോൾ അവിടെ അതിനുള്ള സൗകര്യം ഇങ്ങനെ ഒരുക്കിയിരിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഇവിടെ അതിൻ്റെ ഇൻഡിക്കേഷൻസൊക്കെ
കൊടുത്തിട്ടുണ്ട്. ഇത് പ്രവർത്തിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിനാവശ്യമായ വസ്തുക്കളെ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് പാകം ചെയ്ത് ഇവിടെ ഉപയോഗിക്കാം. അതങ്ങനെ ഇവിടെ വെച്ച് ആളുകൾ സംഘം ചേർന്നോ ഒറ്റയ്ക്കോ ഒക്കെ വന്ന് കൂട്ടായോ ഒക്കെ വന്ന് പാകം ചെയ്ത് ഇവിടെ വെച്ച് തന്നെ കഴിച്ച് വളരെ ആസ്വാദികരമായ മുഹൂർത്തങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് കടന്നു പോകുന്ന ധാരാളം ആളുകളുണ്ട്. അതിനുള്ള സൗകര്യങ്ങളും ഇവിടെ ഈ ബീച്ചിൽ ഒരുക്കിയിട്ടുണ്ട്. ധാരാളം ആളുകൾ നടക്കുന്നതിനും ജോഗിങ്ങിനും രാവിലെ പ്രഭാത സവാരിക്കും സായാഹ്ന സവാരിക്കും സമയം ചിലവഴിക്കുന്നതിനും ഉല്ലസിക്കുന്നതിനുമൊക്കെ വേണ്ടി കടന്നു വരുന്ന ഒരു പ്രസിദ്ധമായ ബീച്ചാണ് ഈ സെമോഫർ ബീച്ച്. അതുകൊണ്ട് തന്നെ ഇവിടെ ധാരാളം വിശ്രമ സ്ഥലങ്ങളും നാം അല്പം മുൻപ് കണ്ടതുപോലെയുള്ള ബാർബിക്യൂ സംവിധാനങ്ങളും ഇരിപ്പിടങ്ങളും എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുള്ള സുന്ദരമായ കാഴ്ച ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇതിനിടയിൽ ശ്രദ്ധേയമായ ഒരു വാഹനം ഇവിടെ എനിക്ക് കാണാനിടയായി. ആ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് കാണാം. ഇത് ഒരു റെയിൽ ഗാഡിയാണ്. ഒരു ചെറിയ ട്രെയിനിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ എൻജിൻ ഭാഗമാണിത്, മുൻഭാഗം. അതിൻ്റെ യാത്ര ചെയ്യുന്നതിനുള്ള ക്യാബിനുകളാണ്. ഇന്നിപ്പോൾ എപ്പോഴാണ് പ്രവർത്തിക്കുന്നത്? വൈകുന്നേരങ്ങളിലായിരിക്കും ഒരുപക്ഷെ പ്രവർത്തിക്കുന്നത്. ആൾ വരുന്നതനുസരിച്ചായിരിക്കും അത് പ്രവർത്തിക്കുക. അതുകൊണ്ടത് ഷെഡിലാണ്. അതിനെന്തോ റിപ്പയറിങ് ഇറക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം റിപ്പയറിങ്ങിലാണ് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഒരു വീഡിയോ എടുക്കാൻ അനുവാദം ചോദിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ അദ്ദേഹം അനുവദിച്ചു. അപ്പോൾ ആ റെയിൽ കടന്നു പോകുന്ന റെയിൽ പാതയാണിത്. ചെറിയ കളിവണ്ടി കടന്നു പോകുന്ന വളരെ വീതി കുറഞ്ഞ ചെറിയ റെയിൽ പാതയാണ്. അതിൻ്റെ വാഹനത്തിൻ്റെ എൻജിനാണിത്. ഇത് ആവിയന്ത്രമാണ്. വളരെ പുരാതന കാലത്ത് ഒരുപക്ഷെ ട്രെയിനുകൾ നിർമ്മിക്കപ്പെട്ട കാലഘട്ടങ്ങളിൽ ഉള്ളതുപോലുള്ള ഒരു വാഹനമായിരിക്കാം ഇത്. അതിൻ്റെ യന്ത്രഭാഗങ്ങളൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. ഒരു ട്രെയിനിൻ്റെ വളരെ ചെറിയ ഒരു പതിപ്പ്, ട്രെയിൻ എഞ്ചിൻ്റെ വളരെ ചെറിയൊരു പതിപ്പ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ ട്രെയിനിൻ്റെ എൻജിൻ പ്രവർത്തിപ്പിക്കുന്ന ഡ്രൈവർ ഇരിക്കുന്ന സീറ്റൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. അത് പഴയ കരിയന്ത്രമാണ്, കൽക്കരിയാണ് അതിൻ്റെ പുറകിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. ശരിക്കും തീവണ്ടി എന്ന് പറഞ്ഞാൽ കൽക്കരി കത്തിച്ച് ആ തീയുടെ ശക്തി കൊണ്ടുണ്ടാകുന്ന പവർ ഉപയോഗിച്ചാണല്ലോ ആ വാഹനം ഓടുന്നത്. അങ്ങനെയാണ് തീവണ്ടിയുടെ തുടക്ക കാലഘട്ടങ്ങളിലുള്ള പ്രവർത്തനം എന്ന് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിലുള്ള ആദ്യകാലത്തെ കണ്ടുപിടിക്കപ്പെട്ട ഏറ്റവും പുരാതനമായി ഉപയോഗിച്ചിരുന്ന ഒരു കരിവണ്ടി, കൽക്കരി ഉപയോഗിച്ച് ഓടുന്ന വാഹനമാണ്. കൽക്കരിയാണ് അത്. അതിൻ്റെ ക്യാബിനാണ് ഈ കാണുന്നത്. ഇവിടേക്കാണ് ആളുകൾ യാത്ര ചെയ്യുന്നതിനായി പ്രവേശിക്കുന്നത്. അപ്പോൾ അതൊരു വ്യത്യസ്തമായ കാഴ്ചയും അനുഭവവുമാണ്. ഞാനിതിനു മുൻപ് കണ്ടിട്ടില്ല ഇത്തരം കൽക്കരിയിൽ ഓടുന്ന ശരിക്കുമുള്ള തീവണ്ടി. ശരിക്കും ട്രെയിൻ എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ തീവണ്ടി എന്ന് അതിനൊരു പേരുണ്ടല്ലോ. ആ തീവണ്ടി എന്ന് പറഞ്ഞാൽ അത് കൽക്കരിയിലോടുന്ന, കൽക്കരി കത്തുമ്പോഴുണ്ടാകുന്ന തീ കൊണ്ട് ഓടുന്ന വാഹനമെന്നാണ്. അപ്പോൾ തീവണ്ടിയുടെ ചെറിയൊരു പതിപ്പാണ്. അതിൻ്റെ ഒരു മാതൃകയാണ് നമ്മളിവിടെ കണ്ടത്. അത് ഈ പാതയിലൂടെ ഓടി വളരെ ചെറിയ ദൂരം ഓടി ഈ പാർക്കിൻ്റെ, ഈ റെയിലിൽ കൂടി ഓടി ഈ പാർക്കിൻ്റെ, ഈ കടൽ തീരത്തിൻ്റെ ഏതാണ്ട് ഒട്ടുമിക്ക ഭാഗത്തോടെയും കടന്നു പോകുന്നതിനുള്ള റെയിൽവേ ലൈൻ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് ചെറുവാഹനമാണെങ്കിലും കളിവാഹനമാണെങ്കിലും ഇതും റെയിൽവേയുടെ പൂർണ്ണമായ അധീനതയിലാണ് എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഇത് റെയിൽവേയുടെ പൂർണ്ണമായ അധീനതയിൽപ്പെട്ട വാഹനവും റെയിലുമാണ്. അപ്പോൾ ആ റെയിൽ വാഹനത്തിൻ്റെ കാഴ്ചയും പ്രത്യേകതകളും നമുക്ക് ഏവർക്കും വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ്, വ്യത്യസ്തമായ ഒരു അറിവാണ്, സന്തോഷജനകമായ ഒരു അറിവാണ്. അങ്ങനെ പാർക്കിൻ്റെ കടൽത്തീരത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ സുന്ദരമായ നിരവധി കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ചെറിയ പാർക്ക് ക്രമീകരിച്ചിരിക്കുന്ന കാഴ്ചകളാണിത്.
കൊച്ചുകുട്ടികൾക്കും കളിക്കുന്നതിനാവശ്യമായ ഏതാണ്ട് എല്ലാവിധ ഉപാധികളും ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഊഞ്ഞാലുകളും റോപ്പുകളും മറ്റ് വിനോദോപാധികളുമൊക്കെ ഈ കടൽത്തീര പാർക്കിൽ അതിമനോഹരമായി ക്രമീകരിച്ചിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ഫ്ലോർ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഇത് റബ്ബർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കുട്ടികളൊന്ന് വീഴുകയോ ഒന്ന് തലയിടിക്കുകയോ കൈ കുത്തുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാലും അവർക്ക് വേദനിക്കില്ല. വളരെ സോഫ്റ്റായിട്ടുള്ള റബ്ബർ കൊണ്ട് മാത്രം നിർമ്മിച്ചിരിക്കുന്ന ഫ്ലോറാണ്. അതും ഈ പാർക്കുകളുടെ ഇവിടെ കാണുന്ന പൊതുവേ പല പാർക്കുകളുടെയും പ്രത്യേകതയാണ്. നമ്മൾ നടന്ന് കടൽത്തീരത്തോട് അടുക്കും തോറും പുൽത്തകിടികൾ വിശാലമാകുന്നു, സൗകര്യങ്ങൾ സുന്ദരമാകുന്നു, പാർക്കുകൾ ദൃശ്യമാകുന്നു. ശ്രേഷ്ഠമായ കാഴ്ചകളാണ്, സുന്ദരമായ കാഴ്ചകളാണ് എല്ലാം. സെമോഫോർ കടൽത്തീര അനുബന്ധ പാർക്കിൻ്റെ മനോഹരമായ കാഴ്ചകൾ, സുന്ദരമായ പ്രദേശങ്ങൾ, ഉല്ലസിക്കുന്ന കുട്ടികൾ, പ്രഭാത സവാരിക്കിറങ്ങുന്ന നിരവധി ആളുകൾ, അവർക്കെല്ലാം ഏറെ സൗകര്യങ്ങളും ഒരുക്കുന്ന തരത്തിലുള്ള സജ്ജീകരണങ്ങൾ എല്ലായിടത്തും. ഇവിടെ എല്ലായിടത്തും അതിനുതകുന്ന സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളും കുട്ടികൾക്കൊക്കെ കയറി ഉല്ലസിക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനുമൊക്കെ ഉതകുന്ന കളിപ്പാട്ട സമാനമായ നിർമ്മിതികളുമെല്ലാം കൊണ്ട് സർവസജ്ജമാണ്, സമ്പന്നമാണ് ഈ സെമോഫോർ ബീച്ചും പരിസരങ്ങളും എന്നുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമാകുന്ന കാഴ്ചകൾ. ഓസ്ട്രേലിയയിൽ മിക്ക സ്ഥലങ്ങളിലും, പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ നിരവധി സ്ഥലങ്ങളിലും കാണാറുള്ള ഒരു കാഴ്ചയാണ് യുദ്ധസ്മാരകങ്ങൾ എന്ന് ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അത്തരത്തിലുള്ള ഒരു യുദ്ധസ്മാരകമാണ്. ഒന്നാം ലോകമഹായുദ്ധത്തിൽ 1914 മുതൽ 19 വരെയാണ് ഒന്നാം ലോകമഹായുദ്ധം നടന്നതെന്ന് നമുക്കറിയാം. ആ ഒന്നാം ലോകമഹായുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ധീരജവാന്മാർക്ക് ആദരമർപ്പിച്ചുകൊണ്ടുള്ള ഒരു യുദ്ധസ്മാരകമാണ് ഈ കടൽത്തീര പാർക്കിൻ്റെ മുഖ്യ പ്രവേശന കവാടത്തിൽ തന്നെ വളരെ ശ്രദ്ധേയമായി സ്ഥാപിച്ചിരിക്കുന്നത്. 1924 ഇതിൻ്റെ തറക്കല്ലിട്ട് നിർമ്മാണം ആരംഭിച്ചത് എന്നും ഇവിടുത്തെ രേഖപ്പെടുത്തലുകളിൽ നിന്നും വ്യക്തമാണ്. യുദ്ധങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ട ജവാന്മാരെ ആദരിക്കുന്ന ഈ നാടിൻ്റെ ഒരു മഹത്തായ പ്രവണത ശ്രദ്ധേയമാണ്. ഇവിടങ്ങളിൽ പല സ്ഥലങ്ങളിലും അതിപുരാതനമായ പല നിർമ്മിതികളുടെയും ശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്നതായി നമുക്ക് കാണാം. ഇത് ഈ നമ്മുടെ നാട്ടിലൊക്കെ കാള പൂട്ടുന്നതിന് ഉപയോഗിക്കുന്ന കാളയുടെ ചുമലിൽ വെച്ച് കൊടുക്കുന്ന നുകമാണ്. ആ നുകത്തിൻ്റെ ഒരു വലിയ മാതൃക ഇവിടെ ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച് സ്ഥാപിച്ചു വച്ചിരിക്കുന്നു. അത് പക്ഷേ ഒരു ചരിത്ര സ്മാരകമായിരിക്കാം. യുദ്ധസ്മാരകമെന്നോ നുകമെന്നോ അനുസ്മരിപ്പിക്കുന്ന ഒരു വസ്തുവാണ് ഇത്. എങ്കിലും ഇത് ഒരു കപ്പലിൻ്റെ യന്ത്രഭാഗമാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. ഇത് 1924 ഈ തീരത്ത് സന്ദർശിച്ച കപ്പിത്താന്മാരുടെ ഒരു സ്മരണയ്ക്കായി സ്ഥാപിച്ചിരിക്കുന്ന ഒരു നിർമ്മിതിയാണിത്. ഇതും ഈ കടൽത്തീര ഉല്ലാസ കേന്ദ്രത്തിൻ്റെ മുഖ്യ ആകർഷണങ്ങളിലൊന്നാണ്. ഇതും ഒരു യുദ്ധസ്മാരകമാണ്. യുദ്ധത്തിന് ഉപയോഗപ്പെടുത്തുന്ന പീരങ്കി ആണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. മുൻപ് ഒരു പാർക്കിൽ ഒരു പീരങ്കിയുടെ മാതൃക ഞാനൊരു വീഡിയോയിൽ നിങ്ങളെ കാണിച്ചിരുന്നു. എന്നാൽ ഇത് ഒറിജിനൽ പീരങ്കി ആണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അതിൻ്റെ യന്ത്രഭാഗങ്ങളെല്ലാം അതേ രീതിയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ഉൾഭാഗത്തെ യന്ത്ര സംവിധാനങ്ങളെല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്ന തരത്തിൽ അത് തുറന്നു വച്ചിരിക്കുന്ന രീതിയിലാണ് ആ പീരങ്കി ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് 2018 ഈ പീരങ്കി ഇവിടെ സ്ഥാപിച്ചതായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതും വ്യത്യസ്തമായൊരു കാഴ്ചയാണ്. ഈ ഒറിജിനൽ പീരങ്കിയുടെ കാഴ്ചകൾ എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഓസ്ട്രേലിയൻ നാവികസേനയുടെ ഒരു ആദരസൂചകമായി ആ നാവികസേനയ്ക്ക് ആദരമർപ്പിച്ചുകൊണ്ട് ആണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് ഇവിടെ രേഖപ്പെടുത്തലുകളിൽ നമുക്ക് മനസ്സിലാക്കുന്നു.
അപ്പോൾ യഥാർത്ഥ പീരങ്കിയുടെ ഒരു സ്ഥാപനം ഏറെ ശ്രദ്ധേയമായ ഒരു കാഴ്ചയാണ് ഈ ബീച്ചിൽ. ഒരു സെമോഫർ ബീച്ചിൻ്റെ പ്രശസ്തമായ അഡലീഡ് നഗരത്തിൻ്റെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന സെമോഫർ ബീച്ചിൻ്റെ വിശാലവും സുന്ദരവുമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഏതാണ്ട് ഒരു 2 കിലോമീറ്ററോളം ദൈർഘ്യത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ഭാഗം 2 കിലോമീറ്ററോളം ദൈർഘ്യം വരുന്ന ഒരു സുന്ദരമായ ബീച്ച് കം പാർക്കാണ് ഇത്. കൂടുതൽ കാഴ്ചകളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ സെമോഫർ ബീച്ചിൻ്റെ ഏറ്റവും ആകർഷകവും ശ്രദ്ധേയവുമായ ഒരു ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത്. സെമോഫർ ജെട്ടിയാണത്. കടൽപ്പാലം, കടലിലേക്ക് നീണ്ടു കിടക്കുന്ന ഈ കടൽപ്പാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണിപ്പോൾ. ഇതാണ് കാഴ്ച, സുന്ദരമായ കാഴ്ച, അതിമനോഹരമായ കാഴ്ച. കടലിലേക്ക് ഇറങ്ങി നീണ്ടു നിൽക്കുന്ന കടൽപ്പാലം, ആ ജെട്ടിയുടെ സമീപത്ത് കാണുന്ന സുന്ദരമായ കാഴ്ചകൾ, ആർത്തിരമ്പി വരുന്ന കടലുകൾ, വെള്ളി വെളിച്ചം വാരി വിതറുന്നതിന് സമാനമായ മണൽത്തിട്ടകൾ, അങ്ങകലെ വെള്ളത്തിൽ ഒരു യജമാനോടൊപ്പം ഒരു നായ്ക്കുട്ടി വെള്ളത്തിലിറങ്ങി കളിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് അദ്ദേഹം വെള്ളത്തിലേക്ക് ദൂരേക്ക് വലിച്ചെറിയുന്നു. വെള്ളത്തിലൂടെ നീന്തി കടന്നു ചെന്ന് വിദഗ്ധമായി ആ നായ്ക്കുട്ടി ആ ചെരുപ്പുമായി തിരിച്ചു വരുന്ന കാഴ്ചയാണ്. മിടുക്കൻ, അവൻ ആ ചെരുപ്പ് അദ്ദേഹത്തെ കൊണ്ട് ഏൽപ്പിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം തന്നെ വലിയ ഉല്ലാസത്തിമർപ്പിലാണ് ആ നായ്ക്കുട്ടിയും. ഇവിടെ വരുന്ന ആളുകൾ മിക്കവരും അവരോടൊപ്പം ഒരു നായയെ, വീട്ടിൽ വളർത്തുന്ന ഒരു നായയെ കൂടി കൊണ്ടുവരുന്നൊരു കാഴ്ച നമ്മൾ സാധാരണയായി കാണാറുണ്ട്. അപ്പോൾ കടലിൻ്റെ വിശാലമായ കാഴ്ചകളാണ് കാണുന്നത്, ഏറെ സുന്ദരമായ ദൃശ്യങ്ങൾ. ഈ കടലും കടൽ തീരവും കടലിൻ്റെ പരിസരവുമൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്ന വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതാണ്. യാതൊരുവിധ മാലിന്യങ്ങളും ഇവിടെ അടിഞ്ഞുകൂടുന്നില്ല, ഇവിടെ അവശേഷിക്കുന്നില്ല. അത് ഇവിടെയുള്ള ആളുകൾ എത്രത്തോളം അക്കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധരാണ്, ഇവിടെയുള്ള ഭരണ സംവിധാനങ്ങൾ എത്രമാത്രം ജാഗരൂകരാണ് ഇത്തരം കാര്യങ്ങളിൽ എന്നുള്ള കാര്യമൊക്കെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് ഇത്രയധികം ആളുകൾ വന്ന് കടന്നു പോകുന്ന സ്ഥലമായിരുന്നിട്ട് കൂടി എല്ലാം വളരെ വൃത്തിയായി ഭംഗിയായി സംരക്ഷിക്കപ്പെടുന്നു, പരിപാലിക്കപ്പെടുന്നു എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്ക് കടൽപ്പാലത്തിൻ്റെ അങ്ങേ അരികിലേക്ക് നീങ്ങാം. ഇവിടെ കാണുന്ന മറ്റൊരു ശ്രദ്ധേയമായ കാഴ്ചയാണ് ആളുകളിങ്ങനെ ഈ കടൽപ്പാലത്തിൽ നിന്ന് ചൂണ്ടയിടുന്ന കാഴ്ച നമുക്ക് കാണാം. ചൂണ്ടയിട്ട് ആളുകൾ ഫിഷിംഗ് നടത്തുന്ന ഒരു കാഴ്ച ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഫിഷിങ്ങിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളൊക്കെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ചൂണ്ടയിട്ട് പിടിക്കപ്പെടുന്ന മീനുകളെ, എല്ലാത്തരം മീനുകളെയൊന്നും ആളുകൾക്ക് പിടിച്ചുകൊണ്ട് പോകാനായിട്ട് കഴിയില്ല. അതിനൊക്കെ പ്രത്യേക മാനദണ്ഡങ്ങളുണ്ട്. നിശ്ചിത വലുപ്പത്തിലുള്ള മീനുകളെ മാത്രമേ ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോകാനായിട്ട് കഴിയുകയുള്ളൂ. അതിൻ്റെ വലിപ്പവും തൂക്കവും ഒക്കെ രേഖപ്പെടുത്തിയ ഫോട്ടോയാണ്, ഒരു രേഖപ്പെടുത്തലാണ് അല്പം മുമ്പ് നമ്മൾ കണ്ടത്. ഇവിടെ ചൂണ്ടയിടുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ചെറുമീനുകളെയൊക്കെ ബക്കറ്റുകളിൽ, വലപാത്രങ്ങളിൽ കുരുക്കിയിട്ട് കടലാഴങ്ങളിലേക്ക് എറിഞ്ഞിട്ട് മീൻ പിടിക്കുന്ന പ്രവണതകളും, അങ്ങനെ പല രീതിയിൽ ഒരു ഉല്ലാസത്തിന് വേണ്ടി മാത്രം മീൻ പിടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമൊക്കെ നടത്തുന്ന ധാരാളം ആളുകളെ നമുക്കിവിടെ കാണാം. ഇത് ഇവിടുത്തെ ഒരു ഉല്ലാസ ഉപാധിയാണ്. അപ്പോൾ ഈ കടൽപ്പാലത്തിൻ്റെ ഏറ്റവും അരികിൽ, ഏറ്റവും എൻഡിൽ നമ്മൾ വന്നിരിക്കുകയാണ്. ഏതാണ്ട് കരയിൽ നിന്നും 1 കിലോമീറ്ററോളം ദൈർഘ്യത്തിൽ കടലിലേക്ക് ഇറക്കി സ്ഥാപിച്ചിരിക്കുന്ന ഒരു കടൽപ്പാലമാണിത്. ഈ കടൽപ്പാലത്തിലുടനീളം ധാരാളം സന്ദർശകരും ഉല്ലാസയാത്രികരുമൊക്കെ വന്ന് ഫിഷിങ്ങും മറ്റും നടത്തുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. നിരവധി ആളുകളാണ് ഉല്ലാസത്തിന് വേണ്ടി വീക്കെൻഡ് ആഘോഷിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്. വീക്കെൻഡ് ആഘോഷിക്കുന്നതിന് വേണ്ടി ഈ കടൽ തീരത്തെയും കടൽ പാലത്തിലേക്കും കടന്നു വരുന്നത്. അത് മനോഹരമായ കാഴ്ചയാണ്. ഈ കടലിനൊരു പ്രത്യേകതയുണ്ട്. കടൽ എത്ര കണ്ടാലും മതി വരില്ല. എത്ര സമയം നോക്കിന്നാലും കൊതി തീരാത്ത കാഴ്ചയാണ്, മതി വരാത്ത കാഴ്ചയാണ് ഈ കടലിൻ്റെ കാഴ്ചകൾ. അതിൻ്റെ തിരയിളക്കങ്ങൾ, തിരമാലകൾ എല്ലാം.
അപ്പോൾ സുഹൃത്തുക്കളെ, ഓസ്ട്രേലിയയിലെ സെമോഫർ ബീച്ചിൻ്റെ മനോഹരവും സുന്ദരവും വ്യത്യസ്തവും വിശിഷ്ടവും ശ്രേഷ്ഠവുമായ സുന്ദര കാഴ്ചകളിലൂടെ നാം കടന്നു പോവുകയായിരുന്നു ഇതുവരെ. അതിമനോഹരമായ കടൽത്തീരവും പരിസരങ്ങളും കടൽത്തീര പാർക്കുകളും വൃത്തിയും വെടിപ്പുമുള്ള പരിസരങ്ങളും പ്രദേശങ്ങളും എല്ലാം നാം കണ്ടു. സുന്ദരമായ കാഴ്ചകൾ, മനോഹരമായ ദൃശ്യങ്ങൾ, കടലിലേക്ക് നീണ്ടു കിടക്കുന്ന അതിവിശാലമായ കടൽപ്പാലം ഉൾപ്പെടെ. അപ്പോൾ കാണാം കൂടുതൽ കാഴ്ചകൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നതുവരെ ഗുഡ് ബൈ.